തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേജ് കുമാറിനും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സദ്ധു, വിവേക് ജോഷി എന്നിവർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ബീഹാറിലെ ഗയയിൽ വോട്ടർ അധികാർ യാത്രയുടെ 2ാം ദിവസത്തെ റാലിയിൽ തേജസ്വി യാദവിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തിയത്. വോട്ട് മോഷണം ഭാരതാംബയുടെ ആത്മാവിന് നേരെയുള്ള അക്രമമാണ് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ SIR എന്ന് പേര് നൽകി വോട്ട് മോഷണത്തിന്റെ പുതിയ രീതി നടപ്പാക്കിയതായി ആരോപിച്ചു. ഞങ്ങൾക്ക് കുറച്ച് സമയം ലഭിച്ചാൽ നിങ്ങൾ നടത്തിയ വോട്ട് മോഷണം എല്ലാ നിയമസഭാ ലോക്സഭാ സീറ്റുകളിലും പിടികൂടി ജനങ്ങൾക്ക് മുന്നിൽ വെക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ നിങ്ങളോട് സത്യവാങ്മൂലം ആവശ്യപ്പെടും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേജ് കുമാർ രാഹുൽ ഗാന്ധിയോട് വോട്ട് മോഷണ ആരോപണങ്ങൾ സത്യവാങ്മൂലമായി നൽകാൻ 7 ദിവസത്തെ അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന. ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അവ അടിസ്ഥാനരഹിതവും അസാധുവുമായി കണക്കാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും വോട്ട് മോഷണ ആരോപണങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.